പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് വയോജന സ്ഥിതിവിശേഷത്തെക്കുറിച്ചാണ്. പ്രായമായവരുടെ ഇത് പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. കഴിഞ്ഞ ദിനത്തിൽ കിട്ടിയ ഒരു വാർത്തയാണ്. ഒരു അമ്മയെ കട്ടിലോടെ എടുത്ത് ദൂരെയായിട്ട് എറിഞ്ഞൊരു മകൻ ആശുപത്രിയിൽ ചെന്നതിന് മുമ്പ് മരിച്ചു. ദൂരെയൊന്നുമല്ല. പ്രായമായവരെ ഭാരമായിട്ട് കാണുകയും അവരെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതി മാന്യമായ കുടുംബങ്ങളിൽ പോലും ഉണ്ട്. മക്കൾ രണ്ടുപേരും ഗൾഫിലാണ്, ഭാര്യയും ഭർത്താവും ഗൾഫിലാണ്, പണം ഇഷ്ടം പോലെയുണ്ട്, മക്കളും അവിടെയാണ്. ഇവിടെ പ്രായമായിട്ടിരിക്കുന്ന അമ്മയെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയെ കൊണ്ട് ഏതെങ്കിലും വൃത്തബന്ധത്തിലാക്കാൻ വേണ്ടി തത്രപ്പെടുന്ന സാഹചര്യങ്ങളിൽ മനസ്സ് വിഷമിച്ച് മകനെ ഒന്ന് കാണാൻ, മകളെ ഒന്ന് കാണാൻ, സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ, കെട്ടി വന്ന വീട്ടിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ അമ്മമാരുടെ ദുഃഖം ആരാ കാണുക? പണമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അതൊരു വശം മാന്യമായി പോകുന്ന ആൾക്കാരുടെ കാര്യം. അല്ലാത്തവരോ എന്തൊരു പീഡനമായ പ്രായമാവരെ ശാരീരികമായി പോലും പീഡിപ്പിച്ചിട്ട് ഈ കിളവനൊന്ന് ചത്താപ്പോയതെന്ന് ചോദിച്ചു കൊണ്ട് ഉപദ്രവിക്കുന്ന മരുമക്കളുള്ള കുടുംബങ്ങൾ ധാരാളമില്ല ഇന്ന്. ഞാനധികം വർണ്ണിക്കുന്നില്ല, കാരണം ഒരുപാട് അനുഭവങ്ങൾ അജപാലന രംഗത്തുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയാൽ നമ്മുടെ സമയം പോകും. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ഈ വയോജന രംഗത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന കാര്യം വാർദ്ധക്യം മഹാദാനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിരുവെഴുത്തിനകത്ത് വളരെ ക്ലിയറാണ്. അദ്ദേഹത്തെ എഴുതുന്നത് എപ്പോഴാണെന്നറിയാം? കണ്ടിട്ടില്ലേ ആ ചിത്രം? പലപ്പോഴും ഒരു കൈ പൊക്കാൻ മേലാതെ മറ്റേ കൈ കുർബാന പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ബലിയർപ്പിക്കുന്ന പാപ്പായുടെ മുഖം നിങ്ങൾ കാണുന്നില്ലേ? ശാരീരിക പീഡകൾ അതിൻ്റെ അങ്ങേയറ്റത്ത് ഏറ്റു നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർക്കുക. അദ്ദേഹത്തെ എഴുതുന്നത് വാർദ്ധക്യം മഹാദാനം എന്ന് പറയുന്ന ലോകത്തുള്ള എല്ലാ വൃദ്ധജനങ്ങളോടും ഐക്യദാർഢ്യം പ്രാപിച്ചതുകൊണ്ട് വാർദ്ധക്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറയുന്ന മനോഹരമായ തിരുവെഴുത്താണത്. ഈ പാപ്പാവസാനം സംഭവിച്ച എന്ത് ഭയങ്കരമായ പീഡകൾ ശരീരത്തിലുണ്ടായി അത് കണ്ടിട്ട് മനസ്സ് വേദനിച്ചാണ് അദ്ദേഹത്തിന് അടുത്ത മുൻഗാമിയായ ബെനറ്റ് ബെനാ മാപ്പാപ്പ അല്ലെങ്കിൽ കാർഡിനൽ റാറ്റ്സിംഗർ അത് ആ ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ രാജിവെച്ചത്. കാരണം ഇത്രയധികമായുള്ള ശാരീരിക പീഡനത്തിലേക്ക് എന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് രാജിവെക്കാനിടയായത്. 700 വർഷത്തിൽ ആദ്യമായിട്ടാണ് പാപ്പ രാജിവെക്കുന്നത്. അപ്പം ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ടാണ് ഈ പാപ്പ സഹിക്കുന്നത് കണ്ട്. എന്തായിരുന്നു സംഭവം എന്നൊക്കെ അറിയാൻ പാടില്ലേ? ഈ മാർപ്പാപ്പ എങ്ങനെ പുലി പോലെ നടന്ന മനുഷ്യനല്ലേ? അദ്ദേഹത്തിൻ്റെ വാ തുറന്നാ വരുന്ന ശബ്ദം എന്ത് ഭയങ്കര ഒന്നാന്തരം സ്വരം, നല്ല സൂപ്പറായിട്ട് ഓറട്ടറി, ഇറ്റാലിയനും ജർമ്മനും ഇംഗ്ലീഷും ഒക്കെ ഒരുപോലെ. മിയ പാത്രിയ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്വരത്തിൽ സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി വിലപിക്കുന്നത്. കാരണം ഇരുമ്പ് മറയ്ക്കുള്ളിൽ ആ രാജ്യം അന്നേരം സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുക. അതല്ലേ എന്ത് ഭയങ്കരമായിട്ടാണത്. ഖരീസിമി ഫ്രട്ടേലിയെ സൊറേല്ലേ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരികൾ അത് പറയുന്ന മുഴക്കം കേൾക്കുമ്പോഴല്ലോ ആകാശം മുഴുവൻ ഞെടുങ്ങിപ്പോകും. അങ്ങനെ പറഞ്ഞു നടന്ന ആളാണ്. ഒരു ദിവസം ഞങ്ങൾ എൻ്റെ കൂടെ 2 കേരളത്തിലുള്ള വൈദികരും, അതായത് പാപ്പായെ കാണാൻ താല്പര്യമുള്ളവർ വരുന്നത് സാധാരണ ബുധനാഴ്ചയാണ്. പേപ്പൽ ഓഡിയൻസ് 2 ദിവസമുണ്ട്. ഒന്ന് ഞായറാഴ്ച സാധാരണ, അതായത് അഞ്ചലൂസ് എന്ന് പറയുന്ന കർത്താനമല്ലാതെ ചൊല്ലുന്ന അവസ്ഥ പാപ്പ മുകളിലെ വലിയ മുകളിലത്തെ നിലയുടെ ജനൽക്ക് വന്ന് നിന്നുകൊണ്ട് കർത്താനമല്ലാതെ ചൊല്ലി ആശീർവദിക്കുകയും ആ സമയത്ത് താഴെയുള്ള ആൾക്കാർ ഏതെല്ലാം രാജ്യങ്ങളിൽ വന്നു അവർക്ക് ബാനർ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ തന്നെ പറ്റി അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് അനുഗ്രഹവും ആശീർവാദവും നൽകുന്ന പതിവാണ് ഞായറാഴ്ച. സാധാരണ ഇതിൽ അങ്ങനെ സംഭവിക്കും. ഇത് ബുധനാഴ്ച അങ്ങനെയല്ല. ബുധനാഴ്ച വത്തിക്കാൻ സ്ക്വയറിൽ ലക്ഷക്കണക്കിന് ഇരിപ്പിടമുള്ള ഇരിക്കാൻ പറ്റുന്ന മനോഹരമായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻഭാഗത്തുള്ള ഏറ്റവും വലിയ സ്ക്വയർ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്നതിന് പറയും. അവിടെ ആളുകൾ തലേദിവസം തന്നെ ഇരിപ്പിടം തന്നെ ബുക്ക് ചെയ്തിരിക്കും. നേരത്തെ തന്നെ പല തലങ്ങളിലുണ്ടത്. തൊട്ടടുത്ത് ചെല്ലാവുന്ന സ്ഥലം, അതിനിപ്പുറയുള്ള സ്ഥലം, അത് കഴിഞ്ഞ് താഴെയുള്ള ഏറ്റവും പിറകിൽ ഒന്നും ബുക്കിംഗ് ഇല്ലാത്ത ആൾക്കാർ അവിടെ പോയി നിൽക്കും. ആ കാലഘട്ടത്തിൽ ഒരിക്കലും മെറ്റൽ ഡിറ്റക്ടറോ എന്തെങ്കിലും ശരീര പരിശോധനയൊന്നുമില്ല. അത് ഒരു സെക്യൂരിറ്റിയും മേടിക്കാതിരുന്ന ജോൺ ബോധക്കൻ മാപ്പാപ്പ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിൻ്റെ പാപ്പ മൊബൈൽ എന്ന് പറഞ്ഞാൽ നടന്നു വരുന്ന ആ വാഹനം അദ്ദേഹം അതിന് മുകളിൽ കൈ പിടിച്ചുകൊണ്ട് എല്ലാ നിരയിലേക്കും കടന്നു വരും. അവസാനത്തെ നിര വരെ വന്നിട്ട് തിരിച്ചു ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കസേരയിൽ സിംഹാസനത്തിൽ പീഠത്തിലൂടെ പോയി ഇരുന്നിട്ട് ചെറിയ പ്രസംഗം 10 മിനിറ്റ്, അത് 6 ഭാഷകളിൽ പറയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരേ പ്രസംഗം തന്നെ. അത് കേൾക്കാൻ ആൾക്കാർ വന്നിരിക്കും. അത് ഇംഗ്ലീഷിൽ പറയും,
അത് ഇറ്റാലിയൻ പറയും, അത് ജർമ്മൻ ഭാഷയിൽ പറയും, ഫ്രഞ്ച് ഭാഷയിൽ പറയും, പിന്നെ 2 ഭാഷ കൂടി ഉണ്ട്. അപ്പോൾ അത് ഭംഗിയായിട്ട് അത് കേൾക്കുമ്പോൾ നല്ല വോളുമിനസ്സായിട്ട് നല്ല ഒന്നാം തരം ആയിട്ടുള്ള സംവിധാനമാണ് വത്തിക്കാൻ്റെ. മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട വത്തിക്കാനിൽ നിന്നാണ്. റേഡിയോ ഉണ്ടായത് അവിടെയാണല്ലോ. മാസ് കമ്മ്യൂണിക്കേഷൻ്റെ അമ്മയാണെന്ന് വേണമെങ്കിൽ പറയാം വത്തിക്കാൻ. അപ്പോൾ അതുകൊണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള മീഡിയയാണ് അവിടെയുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് അത് കേൾക്കാൻ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ ഈ ബുധനാഴ്ചകൾ എന്ത് ചെയ്യുന്നു, തലേ ദിവസമേ വന്ന് കാണും ആരെങ്കിലും വഴിയായിട്ട് കോൺഗ്രിഗേഷനിലൂടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എടുത്ത് നമുക്ക് റെഡിയായിട്ട് ആൾക്കാരിരിക്കും. മണിക്കൂറുകളോളം ഇരിക്കും പാപ്പ വരാനായിട്ട്. വരേണ്ട ടൈം ആകുമ്പോൾ വത്തിക്കാൻ ബസിലിക്കയുടെ വലത്ത് ഭാഗത്ത് നിന്ന് അവിടെയുള്ള പാപ്പ പോളാറാമൻ മാപ്പ പേരുള്ള വലിയ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലുള്ള ഗേറ്റിലൂടെ പാപ്പ വരുന്നതെന്നും ദൂരെ നിന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു മാലാഖ അല്ലെങ്കിൽ മാടപ്രാവ് ഇങ്ങനെ ഈ മൂവ് ചെയ്ത് വരുന്ന വണ്ടിക്ക് അത് കൈ പിടിച്ച് പൊക്കി പിടിച്ചിരിക്കുന്ന നല്ല വെള്ളവസ്ത്രധാരിയായിട്ട് പാപ്പ വരുന്നത് കാണാൻ തന്നെ മനോഹരമാണ്. അപ്പോൾ തന്നെ ഇവിടെ ഇളക്കം തുടങ്ങും. അവിടെ ഭയങ്കരമായി ഇളകി വീവായിൽ പാപ്പ, വീവായിൽ പാപ്പ എന്ന് പറയാം. പാപ്പ എല്ലായി എന്നുള്ളതാണ് വീവായിൽ പാപ്പ എന്ന് ഇറ്റാലിയൻ പറയുന്ന സംഗതി. അവരുടെ നാവിൽ നിന്ന് എപ്പോഴും ഉയരുന്നൊരു സംഗതിയാണ്. അപ്പം ഞങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോകാൻ കാരണം എൻ്റെ കൂടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന ഓണയാത്തുംകുഴി അച്ഛനും കാഞ്ഞിരപ്പള്ളി ഇരുപതക്കാരൻ ഓണയാത്തുംകുഴി അച്ഛനും മുട്ടത്തുന്നൽ അച്ഛനും അവർ SH സ്കൂളിൻ്റെ അധ്യാപകരായിരുന്നു. അവർ ഹോം കാണാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഒരു പേപ്പർ ഓഡിയൻസിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ കൊണ്ട് പോയതാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വലത്ത് നിൽക്കുക. പക്ഷേ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യായിരുന്നതുകൊണ്ട് ഏറ്റവും പുറയിൽ ഞങ്ങൾ സ്ഥാനം പിടിച്ചു. ഏറ്റവും പുറയിൽ സ്ഥാനം പിടിച്ച് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക. പാപ്പ വരുന്ന് നോക്കിയിരിക്കുക. എന്തൊരു സന്തോഷത്തോടെ കാണാൻ കാത്തിരിക്കുകയാണ്. ജനമെല്ലാം അർത്ഥത്തിൽ നിൽക്കുകയാണ്. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ, അമ്മയുടെ കയ്യിൽ കുഞ്ഞുണ്ടെങ്കിൽ പാപ്പ മൊബൈൽ അതിലേ തന്നെ പോകും. കാരണം കുഞ്ഞിനെ കയ്യിലെടുക്കും. ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇറ്റലിയിൽ അല്ലെങ്കിൽ റോമിൽ വരുന്ന മറ്റ് രാജ്യങ്ങളിലെ അമ്മമാർ ഇറ്റലിയൻ കുടുംബത്തിൽ ചെന്നിട്ട് അവിടെ കുഞ്ഞുള്ള വീട്ടിൽ ചെന്നിട്ട് ആ കുഞ്ഞിനെ തള്ളയും കൂടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് കൊച്ചിനെ പൊക്കി പിടിച്ച് നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കാരണം പാപ്പ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അങ്ങനെയൊക്കെ ഫോട്ടോ കിട്ടുമല്ലോ, എന്നാലും ഫോട്ടോ വീഴും. ഇപ്പോൾ പാപ്പ മൂവ് ചെയ്യുന്നിടത്തൊക്കെ ഒബ്സർവാത്തോർ റൊമാനായുടെ ഫോട്ടോഗ്രാഫി വീണുകൊണ്ടിരിക്കും. ആരും വെട്ടിക്കുന്ന ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ല. പാപ്പ എങ്ങോട്ട് മൂവ് ചെയ്യുന്നത് പടം വീണുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അതിൻ്റെ കോപ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒബ്സർവാത്തോർ റൊമാനയുടെ സിറ്റിയിലെ ഓഫീസിൽ ചെന്നാൽ മതി. അതവിടെ പ്രദർശിപ്പിച്ചിരിക്കും. നിങ്ങൾ അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി കൈ കിട്ടും. അങ്ങനെ ഇവിടെ കാണാം പാപ്പയുടെ അടുത്ത് നിൽക്കുന്ന പടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കിട്ടും. അല്ലാതെ പാപ്പയുടെ തൊട്ടടുത്ത് മുറിയിൽ പോകാനൊന്നും സാധാരണ ഇതിൽ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നത അധികാരിയാണ്. അതുകൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഈ ബുധനാഴ്ചയിലെ ഓഡിയൻസിന് വേണ്ടി കാത്തിട്ട് ഞങ്ങളും പോയിരിക്കുക. അങ്ങനെ ഒരു അവസരത്തിലാണ് പാപ്പ അങ്ങ് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇവിടെ ആഹ്ലാദം കൊണ്ട് തിരതല്ലിയ ഭയങ്കരമായിട്ട് സായിപ്പ് മതാമക്ക് നിലത്തെങ്കിലും എടുത്ത് ചാടി തുള്ളിയാണ് വീവായിൽ പാപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പാപ്പ ഓരോ നിരയിലൂടെ ഇങ്ങനെ കടന്നു നിന്നിട്ട് അവസാനം ഔട്ടർ ലെയറിലൂടെ, അന്ന് ഈ പറയുന്ന മെറ്റൽ ഡിറ്റക്ടർ ഇല്ലായിരുന്നതുകൊണ്ടും അന്നാരും പ്രത്യേകം പാപ്പ ആരെയും പേടിക്കാത്ത ആളായതുകൊണ്ട് നേരെ ഏറ്റവും പുറകുവശത്തും കടന്നു വന്നപ്പോൾ ഞങ്ങൾ തൊട്ട് മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ എടുത്ത് കൈ പിടിച്ച് ലാളിച്ച് പൊക്കിയിട്ട് ഉമ്മ കൊടുത്തിട്ട് കൊച്ചിനെ കുനിഞ്ഞ് കയ്യിലോട്ട് കൊടുക്കുക. പെട്ടപ്പെട്ടാന്ന് വെടി. ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. പട്ടപ്പെട്ടാന്ന് വെടി. ഉടനെ നെഞ്ചത്ത് കൈ വെച്ച് നേരെ ആ മൊബൈലിലെ ചെയറിലേക്ക് പെട്ടെന്ന് വീഴുകയും പുറകിൽ നിന്ന് ആർച്ച് ബിഷപ്പ് കൈകൊണ്ട് താങ്ങുകയും ചെയ്തിട്ട് നിമിഷം കൊണ്ട് വണ്ടി നേരെ പോയി. സൈറൻ കൂവി നേരെ ജമീലി ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടുപോയി. അവിടെ നിന്ന് ജനം തട്ടത് വെച്ച് കരഞ്ഞ് കാറി കൂവി. നോക്കിയപ്പോൾ കൊണ്ട് പാപ്പ ഇരിക്കേണ്ട കസറയും മാതാവിൻ്റെ ചിത്രം പ്രതിഷ്ഠിക്കപ്പെട്ട് ജപമാല ആരംഭിച്ചു. സാഹിബ് മദാമയോട് കൂടിയത് അറിവ് ലോകത്തിൽ നിന്ന് നല്ലവണ്ണം ഒന്നിച്ച് നുരവളിച്ച് കരഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ജപമാല ആലപിച്ചു ശക്തമായ രീതിയിൽ. അതുകൊണ്ടാണ് ഈ പറയുന്ന ആ ഒരു ചിത്രം പിന്നീട് മാർപ്പാപ്പ വെടികൊണ്ട് വീഴുമ്പം പരിശുദ്ധ അമ്മ കയ്യിൽ താങ്ങുന്നതായിട്ടുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ 2 പേരെയും കൊണ്ട് ഞാനും ഓടി ഹൗസിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയാൻ ചെന്നപ്പോൾ എല്ലാ ടി വിയുടെ മുമ്പിൽ ഇത് മുഴുവൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. പാപ്പ പോകുന്നതും ജെമേലി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പിയ കൊൺസേലിയ എന്ന് പറയുന്ന വത്തിക്കാൻ്റെ ഫ്രണ്ടിലുള്ള വലിയ തെരുവീതിയുടെ അറ്റത്ത് ചെല്ലുമ്പം കാണുന്ന നദിയാണ് ടൈബർ നദി. ഈ ടൈബർ നദിയുടെ വലത്തുവശത്തൂടെ ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാണുന്ന ഹോസ്പിറ്റലാണ് ജെമേലി ഹോസ്പിറ്റൽ. വളരെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്. നമുക്കറിയാം പണ്ട് കുര്യാളശ്ശേരി പിതാവ് എന്ന് മരിച്ച സ്ഥലം അതാണ്. അപ്പോൾ അതാ ജെമേലി ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങോട്ട് സംഗതി പോയി. അപ്പം കൃത്യം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പാപ്പ കൊണ്ടുപോകുന്നു, ഹോസ്പിറ്റലിൽ ചേർന്നു, ഡോക്ടർമാർ സമയത്ത് ഡോക്ടർ എന്ന് അറച്ച് നിൽക്കുന്നു. കുറച്ച് കഴിയും പെട്ടെന്ന് സംഗതി മൂവ് ചെയ്യുന്നു, കാര്യങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകാം.
അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ രാത്രി മുഴുവൻ എല്ലാ ഹൗസുകളിലും സ്ഥാപനങ്ങളും വെളുക്കുന്നവരെ ആളുകൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? വെടിയുണ്ട ബുള്ളറ്റ് 3 ആ ശരീരത്തിൽ കയറിയത്. 1 വിരലിൽ ചെതറിച്ചുകൊണ്ടുപോയി, 2 വയറിൻ്റെ അകത്തോട് തുളച്ചേരി, 3 നട്ടലിൻ്റെ സൈഡിൽ കിടന്നു. അത് ഫെയ്റ്റിലാണ്. അതുകൊണ്ട് മരിക്കുമെന്നുള്ള തീർച്ചയാണ്. അത് ദുഃഖിതരായ ആൾക്കാർ ആ മരണനിമിഷത്തെ ഓർത്തുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ച് നിരന്തരമായിട്ട് വെളുക്കുന്നവരെ ഞങ്ങളൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ടി വിയുടെ മുമ്പിൽ ഇരിക്കുക. നേരം വെളുത്തു, പത്രവാർത്ത വന്നു, മറ്റു വാർത്ത വന്നു, പാപ്പ ഈസ് അലൈവ്, ദെയർ ഈസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. 2-ാം ദിവസം വന്നു. 3-ാമത്തെ ദിവസം വന്നപ്പോൾ ദ പോപ്പ് സ്പീക്സ് ടു ദ വേൾഡ് എന്നറിയിപ്പ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ദ പോപ്പ് സ്പീക്സ് ടു ദ വേൾഡ് എന്നിങ്ങനെ പറയും. സംഭവിച്ചെന്നാണെന്നറിയാമോ? പാപ്പ ആവശ്യപ്പെട്ടു, ഐ വോണ്ട് ടു ടോക്ക് ടു ദ വേൾഡ്. അപ്പം ഡോക്ടേഴ്സ് പറയും നോ. കാരണം സാധാരണ ഇതിൽ അവർ ധരിച്ചിരിക്കുന്ന സാധാരണ ഈ വലിയ വോളിമിനസ് വോയിസ് മിയ കരീസിമി ഫതേലി സുറേലി എന്ന് ഉറക്കെ പറയുന്ന വിചാരിച്ചാൽ പറഞ്ഞാൽ പോയി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പറ്റില്ല. നോ, യു പ്ലീസ് ഒബേ മീ എന്ന് പറയും. സംഗതി അറേഞ്ച് ചെയ്ത് കൊടുത്തു, മീഡിയ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് 3 വാക്യങ്ങൾ താഴ്ന്ന സ്വരത്തിൽ, വളരെ താഴ്ന്ന സ്വരത്തിൽ. എന്തായിരുന്നു പറഞ്ഞത്? എന്നെ വെടിവെച്ച എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കുന്നു. 2, എൻ്റെ വേദന ഞാൻ കുരിശിൽ കാഴ്ചവെക്കുന്നു. 3, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി. തീർന്നു, പ്രസംഗം തീർന്നു. അത് വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് മരിച്ചു പോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴാണ് കാണുന്നത് പെട്ടെന്ന് നേരെ എപ്പോൾ പോയിട്ട് റെജീന ചേലി എന്ന് പറയുന്ന വമ്പൻ ജയിലിൽ അവിടെ താമസം അക്കായച്ചനെ നേരെ കണ്ട് കെട്ടിപ്പിടിച്ച് യു ആർ മൈ ബ്രദർ എന്ന് പറയും. ഈ പാപ്പ മരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞത് ഈ മുഹമ്മദ് അലി അക്കായാണ്. അദ്ദേഹം വിളിച്ചു കൂവി, എൻ്റെ സഹോദരൻ എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന്. ക്ഷമിക്കുന്ന സ്നേഹം. പക്ഷേ ആ വെടിയുണ്ട കയറി ഇറങ്ങിയതാണ് പിന്നീട് എത്ര കാലം ജീവിച്ചത്? 82 സംഭവമെങ്കിൽ 2004 മറ്റാണ് മരിക്കുന്നത്. 18-22 വർഷം കൊണ്ടുപോയില്ലേ, സഭയെ കൊണ്ടുപോയി, നല്ല ധീരനായിട്ടുണ്ടായി. പക്ഷേ അവസാനം വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ്, അതിൻ്റെ ആഘാതങ്ങളാണ് ശരീരത്തിലെല്ലാം വന്ന് ഭവിച്ചത്. നിൽക്കാൻ മേലാണ്ട് വന്നു, ആപ്പാടെ തളർച്ചയായി, പ്രശ്നമായി, ഒരു കൈ പൊക്കാൻ മേലാണ്ട് വന്നു. അപ്പോഴേ ആ വാർദ്ധക്യത്തിൽ അനുഭവിച്ച ആ വേദനകളോട് ചേർത്ത ലോകത്തിലെ മുഴുവൻ മൃതന്മാരെ കണ്ടുകൊണ്ട് എഴുതിയതാണ് ഈ തിരുവെഴുത്ത്. അതായത് വാർദ്ധക്യം മഹാദാനം എന്ന് പറയുന്നത്. എന്താ അത് വൃത്തനോട് പറയുകയാണ്, ബി ഹാപ്പി അബൌട്ട് യുവർ ഓൾഡ് ഏജ്. സന്തുഷ്ടരായിരിക്കുക, ദൈവത്തിന് നന്ദി പറയുക, സ്തുതികൾ അർപ്പിക്കുക, സന്തോഷമായിട്ട് വാർദ്ധക്യത്തിൽ കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞ പാപ്പായുടെ ആ സന്ദേശം ഹൃദയങ്ങളിൽ പതിയട്ടെ. ഒപ്പം തന്നെ ബന്ധപ്പെട്ടവർ പറയുകയാണ്, കേട്ടോ, നിങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വൃദ്ധരായ മാതാപിതാക്കൾ കാരണമാണെന്നും അവർ നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ അയൽവക്കക്കാരോട് ചോദിച്ചാൽ പറയും, എന്തിനേറെ പട്ടിണിയും കടഞ്ഞ് കഷ്ടപ്പെട്ടതിൻ്റെ അമ്മ നിന്നെ വളർത്തിയതെന്ന്, എങ്ങനെയാണ് നിൻ്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞ് അമ്മ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന്, നീ ഇപ്പം നല്ല നിലയിലെത്തി, ഇവിടുന്ന് പുറത്തുപോയി, നീ യൂറോപ്പിൽ ചെന്നു, അവിടെ ചെന്നു, സമ്പന്നനായി, നിങ്ങളുടെ മക്കൾ വേറൊരു നിലയിലായി. അങ്ങനെ വരുമ്പോൾ ഈ പാവപ്പെട്ട തള്ള ഇവിടെ കിടക്കുന്ന ഒരു പുച്ഛം, നിൻ്റെ മക്കൾക്കും ഒരു പുച്ഛം പാടില്ല. കൃത്യമായി ദൈവകൽപ്പനയാണ്. നല്ല കാലത്തോളം ഭൂമിയിലിരിപ്പാൻ മാതാപിതാക്കളെ അന്വേഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഈ ദൈവകൽപ്പനയ്ക്ക് ഏത് രാജ്യത്ത് ഏത് ലോകത്തിലിരുന്നാലും ഒരു മാറ്റവും ഇല്ല എന്ന കാര്യം നാം ധരിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലെ എന്താ കട്ടിലെ ഉൾപ്പെടെ അമ്മയെടുത്ത ഒരു ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്തു. അത് പിന്നെ വല്ല ഇതിൻ്റെ ഫലമായിരിക്കാൻ കരുതുകയാണ്, അല്ലെങ്കിൽ ബോധമുണ്ടെങ്കിൽ ചെയ്യുമോ. എന്നാലും ശരി, ഞങ്ങൾക്ക് ആ വിധത്തിലൊക്കെ പെരുമാറുകയും വാക്കിനാൽ കുത്തി നോവിക്കുകയും ശരീരത്തിലെ പിച്ചാത്തി കൊണ്ട് കുത്തുന്നേക്കാൾ കട്ടിയാണ് ഈ കടപ്പെട്ട മക്കൾ അപ്പനെയും അമ്മയൊക്കെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന രീതിയിൽ വർത്തമാനം പറയും. എന്തിനാ ഇങ്ങനെ ജീവിക്കാൻ പോയി ചത്തുകൂടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള അപമാനകരമായ പെരുമാറ്റങ്ങളും രീതികളും നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാലം നോമ്പുകൾ.